ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഇതാ കിച്ചണിലാണ്. ഇവിടെ എന്താ പണി എന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ബീട്രൂട്ട് ഇട്ട് ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഹെൽത്തിലും പിന്നെ സ്കിന്നിലൊക്കെ കുറച്ചൊരു വെയിൽ മാത്രമല്ല ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ജോലിൻ്റെ സ്ട്രെസ് ഉണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള കാരണമാണ്. അപ്പോൾ എന്താ പറയുക, മെയിനായിട്ട് ജോലിൻ്റെ സ്ട്രെസ്സാണ് കേട്ടോ. ക്ലാസ്സിന് പോക്കും അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ കടയിലേക്ക് പോക്കും എല്ലാം കൂടിയായിട്ട് ആകെ ഒന്ന് ക്ഷീണിച്ചു. പിന്നെ മുഖത്തൊക്കെ കണ്ട ഇതൊന്നും പോകുന്നില്ല, ഇത് മാത്രം പോകുന്നില്ല കേട്ടോ, ഇവിടെയുള്ളതൊക്കെ പോയി. അപ്പോൾ ഞാൻ മുന്നേ എന്താ പറയുക, പപ്പായൻ്റെ ഐസ് ക്യൂബ് ചെയ്തിരുന്നു. അത് വീട്ടിലുണ്ടായ പപ്പായനെ കേട്ടോ. ഇപ്പോൾ വീട്ടിലില്ല, അത് അവിടെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു 2 ദിവസത്തിന് വേണ്ടിയിട്ട് മാത്രം. 2 3 എത്ര ദിവസത്തിനാണ് കിട്ടുക എന്നുള്ളത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എന്താ ചെയ്യുക, മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പോയ സമയത്ത് അസ്മി എന്താ പറയുക, വീഡിയോ ഓണാക്കി അവൻ എന്തൊക്കെയാണ് ചെയ്യണ്ട. ഞാനിത് കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ വിചാരിച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന്. ഓൻ്റെ ഓരോ തമാശകളല്ലേ, ഓനെ ചുണ്ടുമട്ട് നോക്കേണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇതിൻ്റെ നീര് മാത്രം മതി കേട്ടോ, ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ നീര് മാത്രമല്ല ആവശ്യമുള്ളൂ. അപ്പം അതിനാണ് കുറച്ച് നീട്ട്. മാറി നേരം വീണിക്ക് കേട്ടാ. കുറച്ച് മതി, ഒരു 2 ദിവസത്തിന് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ട്യൂബിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടാക്കണം കേട്ടോ. കുറച്ച് പറഞ്ഞാൽ മതി. ഡെയിലി ഒരു 1 2 നേരം ഒക്കെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കണ്ട. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കാം കേട്ടോ. കട്ടാക്കി കഴിഞ്ഞിട്ടുള്ള കാണിച്ചു തരാം. പോട്ടെ. അപ്പോൾ നമ്മളുടെ ഐസ് ക്യൂബ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് കണ്ട അങ്ങനെ കട്ടാവട്ടെ. ഐസ് ക്യൂബ് എടുത്തിട്ട് നേരിട്ടിട്ട് മുഖത്ത് തേക്കുന്നത് ഇത്തിരി ഡേഞ്ചറാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ നല്ല കോട്ടൺ തുണിയിൽ ഇതിട്ടിട്ട് മുഖത്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയാവും കേട്ടോ. പിന്നെന്തിനാ ഞാനോടട്ടെ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ആക്കാൻ നോക്കണം കേട്ടോ. ഞാൻ നോക്കട്ടെ അമ്മച്ചിയ. അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖം ബ്ലെൻഡ് ചെയ്തിട്ട് വാഷ് ചെയ്തു. ഇനി 2 ദിവസം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താ മാറ്റമുള്ള റിസൾട്ട് പറയാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വെളുക്കാനൊന്നല്ല, നമ്മളുടെ മുഖത്തുള്ള കൈവാലപ്പും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇത് നല്ല കട്ട തൈരാണ്. കട്ട തൈരും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതും എന്ത് ചെയ്യുക, മുഖത്ത് തേക്കുക. ഇതാണ് ഞാൻ തേക്കാറ് കേട്ടോ. ഇത് ഞാൻ മുന്നൊക്കെ തേച്ചിരുന്നു, ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ അത് തേച്ചിരുന്നു. അപ്പോഴത്തുള്ള ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ തേച്ചിരുന്നു. നല്ലതാണ് കേട്ടോ, നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെന്താ പറയുക, ഒരുപാട് വേറെ കെമിക്കലുകളൊന്നും ഇതിലില്ലല്ലോ, നല്ലതല്ലേ. തൈരും അരിപ്പൊടി മാത്രമല്ലേ. അപ്പോൾ അതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മൂത്ത് വെച്ചിട്ട് ഒന്നങ്ങോട്ട് മൂത്ത് വയ്ക്കുക. തേച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് വരുത്. അപ്പോൾ നമ്മളെ മുഖത്തുള്ള ചെറിയ ടാനും പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോകട്ടോ. ഇവിടെയുള്ള നമ്മളെ ചിലരെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തരികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാൻ നല്ല ഹെൽപ്പാണ് കേട്ടോ. തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ എന്താ പറയുക,
ഇവിടെ അരിപ്പൊടിയും കൂടി ഉണ്ടാകുമ്പോൾ ഒരു നല്ല ഒര ഉണ്ടാവും. അപ്പോൾ അത് നല്ല ഇങ്ങനെ വരുത്തിയിട്ട് ഒരുത്തിൽ കഴിഞ്ഞ് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കാണിച്ചത്. ഒരു 2-3 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 5 മിനിറ്റ് അത്രേ വെക്കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഇതാ നല്ലൊരു ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു മിനുസം തോന്നും കേട്ടോ. മുഖം നന്നായിട്ടൊരു മിനുസം തോന്നുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കൂടിപ്പോയ 1 മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.